വരിക 24,776 ഭാഗത്തിന് മുകളിലൊക്കെ വേണമെങ്കിൽ നിഫ്റ്റി സ്പോട്ട് ക്രോസ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രിട്ടിക്കൽ ടെക് ഗോ ചാർട്ടിംഗ് പവർഡ് ബൈ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നേരത്തെ ഞാൻ വീഡിയോയിൽ പറഞ്ഞതുപോലെ നിഫ്റ്റി അങ്ങോട്ട് നമ്മുടെ ബെയറിഷ് റെഫറൻസ് ലെവലിൽ നിന്ന് അവൻ ആശാൻ പൊട്ടിയിട്ടില്ല. ഞാൻ ഇന്നലെ നിങ്ങൾക്ക് പറഞ്ഞാൽ അറിയാൻ പറ്റും. ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ ബെയറിഷ് റെഫറൻസ് പറയുമ്പോൾ നിഫ്റ്റിയെ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റിയിൽ ഞാൻ പറഞ്ഞ ബെയറിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ യൂഷ്വലി എന്തുവാണ് ഒരു നമ്മുടെ മിഡ് ക്യാപ്പിലാണെങ്കിൽ 12,520 പൊട്ടിയാലാണ് മിഡ് ക്യാപ്പിൽ സെല്ലിങ് വരും എന്ന് പറഞ്ഞായിരുന്നു. സോ മിഡ് ക്യാപ്പിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, മിഡ് ക്യാപ്പിൽ അങ്ങനെയുള്ള ഒരു 12,520 പൊട്ടിയിട്ടുള്ള ഒരു സെല്ലിംഗ് ഒന്നും നടന്നിട്ടില്ല. സെയിം റേഞ്ച് തന്നെ കിടന്ന് മിഡ് ക്യാപ്പ് കളിച്ചു. അതേപോലെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ബാങ്ക് നിഫ്റ്റി നോക്കിയാൽ, ബാങ്ക് നിഫ്റ്റിയിൽ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ 54,280 പൊട്ടിയാലേ സെല്ലിംഗ് ഉള്ളൂ. ബാങ്ക് നിഫ്റ്റി 54,280 ഒന്നും പൊട്ടിയിട്ടില്ല. ആ ഭാഗത്ത് പൊട്ടി, ആ ഒരു ഭാഗത്ത് നിന്ന് മോർണിംഗിൽ വന്ന ആ ഒരു ലെവൽ കിടന്ന് കളിച്ചല്ലാതെ അവിടെ നിന്ന് ഒരു ബുള്ളിഷ് ക്യാൻഡിൽ എടുത്താണ് അവൻ പോയിട്ടുള്ളത്. സോ എന്നിട്ട് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി നോക്കുമ്പോൾ നിഫ്റ്റി ആണെങ്കിൽ, നിഫ്റ്റി ക്ലിയർ ആയി പറയുകയാണെങ്കിൽ നിഫ്റ്റി 24,600 താഴെ സെല്ലിംഗ് വന്നേക്കണേ. നമ്മളെ ലോ വന്നേക്കണേ 24,607 ആ റേഞ്ച്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ റെഫറൻസ് ലെവലൊക്കെ പൊട്ടാതെ ബാങ്ക് നിഫ്റ്റി മാത്രം തട്ടി തിരിച്ചു പോയത്. ബാക്കിയുള്ള മിഡ് ക്യാപ്പും നിഫ്റ്റി നമ്മുടെ ബെയറിഷ് റെഫറൻസ് ഒന്നും പൊട്ടാതെ താഴേക്ക് തിരിച്ച് ആ ഒരു റേഞ്ച് തന്നെ കിടന്ന് കളിച്ച കൃത്യമായ ഒരു ദിവസമായിരുന്നു കടന്നു പോയത്. സോ ഒരു അറിയിപ്പുണ്ട്, എന്റെ ഒക്ടോബർ 2-ന് നമ്മുടെ വിദ്യാരംഭത്തിന്റെ പുതിയ മാർക്കറ്റ് പ്രൊഫൈലിന്റെ ഓർഡർ ഫ്ലോ വെച്ചുള്ള മെന്ററിങ്ങിന്റെ ബാച്ച് ഒക്ടോബർ 2-ന് ഈ വരുന്ന വ്യാഴാഴ്ച അന്ന് അവധിയും കൂടെയാണ്. അപ്പൊ അന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് വിദ്യാരംഭം. പുതിയൊരു വിദ്യ പഠിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളൊരു പുതിയൊരു കാര്യം പഠിച്ച് ട്രേഡ് ചെയ്യുന്ന രീതിയിലേക്കുള്ള ഒരു വിദ്യാരംഭത്തിന്റെ ഒരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. സോ അതിൽ ആർക്കെങ്കിലും ചേരണമെന്നുണ്ടെങ്കിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ആൾക്കാരെ മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. 10 അല്ലെങ്കിൽ 15 പേരെ മാത്രമേ എടുക്കുന്നുള്ളൂ. വലിയ ക്രൗഡ് ഒന്നും എടുക്കുന്നില്ല. ചേരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആ കണ്ടീഷൻസ് ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് എന്റെ കൂടെ 6 മാസം നിൽക്കണം, ഞാൻ പറയുന്ന സ്ലോ ആൻഡ് സ്റ്റഡി ട്രേഡ് ചെയ്യാൻ നിൽക്കണം, മുന്നോട്ട് ട്രേഡ് ചെയ്യാനുള്ള ഫണ്ട് നിങ്ങളിൽ എപ്പോഴും കാണണം, എനിക്ക് വീക്കിലി PNL ഷെയർ ചെയ്യണം, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിന് 6 മാസത്തെ ഫീസ് വരുന്ന 24,000 രൂപയാണ് ഫീസ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ എൻ്റെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 ടൈം ആയിട്ട് ഫീസ് പേ ചെയ്യാം, അല്ലെങ്കിൽ 2 ടൈംസ് ആയിട്ട് നിങ്ങൾക്ക് ഫീസ് പേ ചെയ്യാം. ഇത്രയും കണ്ടീഷൻസ് നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ആ ബാച്ചിൽ ജോയിൻ ചെയ്യാം. സോ നമുക്ക് നോക്കണം ഇനി മാർക്കറ്റ് പ്രൊഫൈൽ വെച്ചുള്ള ഓരോ ലെവൽസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കിയിട്ട് നമുക്ക് ട്രേഡിങ്ങിന്റെ കാര്യത്തിലേക്ക് പോവാം. സോ മിഡ് ക്യാപ്പ് ഇന്നലത്തെ ലോവർ ലെവലിന്റെ സ്ട്രക്ചറിൽ എക്സാക്ട്ലി പറയുകയാണെങ്കിൽ ന്യൂട്രൽ ഡേ ആണ്. രണ്ട് സൈഡിലും ബ്രേക്ക് തന്നിട്ട് ഒരു ന്യൂട്രൽ ഡേ, ഒരു പെർഫെക്റ്റ്ലി ഒരു ബാലൻസ് തന്നൊരു ദിവസമായിട്ട് മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച്. ലോവർ സ്ട്രക്ചറിൽ മിഡ് ക്യാപ്പിൽ ഇനി 12,550 എന്ന് പറഞ്ഞ ആ ഒരു റേഞ്ച് 545 പൊട്ടിയാൽ നമുക്കൊരു സെല്ലിംഗ് എടുക്കും. ഇന്നത്തെ POC വന്നിരിക്കുന്നത് 12,604 അവിടെയാണ് നമ്മുടെ POC വന്നിരിക്കുന്നത്. ഞാൻ മിഡ് ക്യാപ്പിന്റെ POC ഒന്ന് മാറ്റി വയ്ക്കാം. 12,604 അവിടെയാണ് നമ്മുടെ POC വന്നിരിക്കുന്നത്. 12,604 അവിടെയാണ് POC. ഞാൻ ആ POC ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഇനി മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് ഒരു ബെയറിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ 12,545 പൊട്ടിയാൽ ഞാനൊരു സെല്ലിംഗ് എടുക്കും. എത്രയാണ്? 12,545 മിഡ് ക്യാപ്പിൽ പൊട്ടുകയാണെങ്കിൽ ഞാനൊരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കും. അങ്ങനെയാണെങ്കിൽ ആ സെല്ലിംഗ് എങ്ങോട്ട് പോകാം? മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് പഴയ റെഫറൻസ് ലെവലിന്റെ ഭാഗത്തേക്ക്. ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് പറഞ്ഞാൽ 12,485 വരാം. 485 ഫസ്റ്റ് ടാർഗറ്റ്. 12,485 12,485 ഭാഗത്തേക്ക് മിഡ് ക്യാപ്പ് വരാനുള്ള ചാൻസ് സ്പോട്ടിൽ വളരെ കൂടുതലായിരിക്കും. അതിന് താഴെ നിൽക്കുന്നുണ്ടെങ്കിൽ അടുത്ത ലെവൽ എന്ന് പറയുമ്പോൾ 12,425. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 12,425. അത് നമ്മുടെ ഈ റീസെന്റ് വന്ന ലോ ആണ്. 12,425 ഭാഗത്തേക്ക് വരാം. അത് പൊട്ടുകയാണെങ്കിൽ മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് നമ്മൾ പഴയ റെഫറൻസ് ലെവലിലേക്ക് പോകും. അത് പൊട്ടുകയാണെങ്കിൽ അവനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഇനി ഒരു ലെവൽ എന്ന് പറഞ്ഞാൽ അടുത്ത ഉള്ളതെന്ന് പറഞ്ഞാൽ 12,380 ഭാഗത്തേക്ക്. എത്രയാണ്? 12,380 ഭാഗത്തേക്ക് മിഡ് ക്യാപ്പ് നിഫ്റ്റി വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതൽ. ചുരുക്കി പറഞ്ഞാൽ 12,545 പൊട്ടുകയാണെങ്കിൽ താഴേക്ക് ഇറങ്ങി 485, 425, 380 ഭാഗത്തേക്ക് മിഡ് ക്യാപ്പ് നിഫ്റ്റി വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇനി നമുക്ക് നോക്കേണ്ടത് മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് ഒരു ബുള്ളിഷ് മൊമെന്റം ഇനി എവിടെ സ്റ്റാർട്ട് ചെയ്യും? ഇനി ബുള്ളിഷ് മൊമെന്റ് എന്ന് പറയുമ്പോൾ ഞാൻ ഇനി സ്റ്റാർട്ട് ചെയ്യുന്നത് മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് 12,730 മുകളിൽ മാത്രമേ ഒരു ബുള്ളിഷ് റെഫറൻസ് ഉള്ളൂ. ഇന്നലത്തെ വാല്യൂ ഏരിയ ഹൈക്ക് മുകളിൽ ഒരു ബുള്ളിഷ് മൊമെന്റം വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. 12,730 മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഒരു ബുള്ളിഷ് മൊമെന്റം സ്റ്റാർട്ട് ചെയ്യാം. അത് ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ കൃത്യമായി പറഞ്ഞാൽ
12,790 ഭാഗത്തേക്ക് വരാം. 12,790 എന്ന് പറഞ്ഞാൽ ഇന്നലത്തെ ഒരു സെല്ലിംഗ്, മെനിങ്ങാന്ന് വന്ന ഒരു സെല്ലിംഗ്, വെള്ളിയാഴ്ച ഫ്രൈഡേയുടെ സെല്ലിംഗ് അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. സോ 12,790 ഭാഗത്തേക്ക് പോവാം. അതിന് മുകളിൽ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ അടുത്തത് ഈ ഒരു സിംഗിൾ പ്രിന്റ് വ്യാഴാഴ്ച സിംഗിൾ പ്രിന്റ് ആയ 12,845 ഭാഗത്തേക്ക് പോവാം. 12,000 അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാം. 12,845 ടെസ്റ്റ് ചെയ്യാനും പോവാനും. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ 12,875 ഭാഗത്തേക്ക് R3 എന്ന് പറയുന്ന 12,875 നമ്മളെ വ്യാഴാഴ്ചത്തെ അല്ല ബുധനാഴ്ചത്തെ വാല്യൂ ഏരിയ ലോയുടെ ഭാഗത്തേക്ക് 12,875 ഭാഗത്തേക്ക് മിഡ് ക്യാപ് നിഫ്റ്റി പോകാനുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ 730 മുകളിൽ മാർക്കറ്റ് മൂവ് ചെയ്യാൻ താല്പര്യം കാണിക്കും. 545 താഴെയും മൂവ് ചെയ്യാനുള്ള ഒരു താല്പര്യം മാർക്കറ്റ് കാണിക്കും. ഇല്ല എങ്കിൽ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിനകത്ത് തന്നെ നാളെ എക്സ്പയറി വരാനുള്ള മന്ത്ലി എക്സ്പയറി ഈ ഒരു 730 ഭാഗത്തൊക്കെ തന്നെ വരാനുള്ള ചാൻസ് ആയിരിക്കും ഞാൻ കൂടുതൽ മാർക്കറ്റിൽ കാണുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് ബാങ്ക് നിഫ്റ്റി. ബാങ്ക് നിഫ്റ്റി ഇന്ന് ചെറിയൊരു ബ്രേക്ക് തന്നെന്ന് പറഞ്ഞു. ബാങ്ക് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി ന്യൂട്രൽ രണ്ട് സൈഡിലും ബ്രേക്ക് ചെയ്ത് വന്ന് നടക്കുമെന്ന് കൃത്യമായ ഒരു ന്യൂട്രൽ ഡേ ആണ്. POC വന്നേക്കുന്നത് 54,518 ഭാഗത്താണ് POC വന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ ആദ്യം ഒന്ന് POC ഒന്ന് മാർക്ക് ചെയ്യാം. 54,518 ആണ് POC. അത് ഞാനൊന്ന് മാർക്ക് ചെയ്തു. ഇനി ബുള്ളിഷ് റെഫറൻസ് പറയുമ്പോൾ 54,775 മുകളിലാണ് ഞാനൊരു ബൈ പറയുന്നത്. എത്രയാണ്? 54,775 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റിക്ക് ഒരു ബൈയിങ്ങിനെ കുറിച്ച് ചിന്തിക്കാം. അതായത് വെള്ളിയാഴ്ചത്തെ ആ ഒരു ലെവൽ. ഇനി സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ 54,200 താഴെ സസ്റ്റെയിൻ ചെയ്യുന്നു. 54,200 താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. ഇല്ല എങ്കിൽ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിനകത്ത് തന്നെ ഒരു എക്സ്പയറി വരാനുള്ള ചാൻസ് ആയിരിക്കും ഞാൻ കാണുന്നത്. ഇനി നമുക്ക് നോക്കേണ്ട ബാങ്ക് നിഫ്റ്റി നോക്കേണ്ടത് ഇനി 54,200 പൊട്ടിയ അവ എങ്ങോട്ട് പോകും നോക്കണമല്ലോ. ഫസ്റ്റ് ടാർഗറ്റ് 54,200 പൊട്ടുകയാണെങ്കിൽ അവനെ സംബന്ധിച്ച് ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 54,086 ഭാഗത്തേക്ക് വരാം. ഫസ്റ്റ് ടാർഗറ്റ് 54, ആ ബിഗ് റൗണ്ട് വയ്ക്കാം. 54,000 എന്ന് പറഞ്ഞ ആ ഒരു ബിഗ് റൗണ്ട് നമ്പറിന്റെ ഭാഗത്തേക്ക് S1 വരാം. അത് പൊട്ടിയാൽ നമ്മുടെ 5th സെപ്റ്റംബറിന്റെ POC ആയ 54,829 സെക്കൻഡ് ടാർഗറ്റ് 54,829 സ്ഥാനത്തേക്ക് വരാനും അവിടെ POC ആണ് നമ്മുടെ ഏതാണ് 53,829 ഭാഗത്തേക്ക് വരാം. അവിടെ ഒരു POC ഉണ്ട്. അത് പൊട്ടുകയാണെങ്കിൽ അടുത്തത് 53,742 എന്ന് പറഞ്ഞ ഒരു ഇമ്പോർട്ടൻ്റ് 726 ഈ ഒരു പഴയ POC വീണ്ടും ഉണ്ട്. 53,726 53,726 എന്ന് പറഞ്ഞ ഈ ഒരു POC ടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതൽ. ചുരുക്കി പറഞ്ഞാൽ 54,200 പൊട്ടുകയാണെങ്കിൽ ഈ POCകളൊക്കെ ടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് കൂടുതലാണ്. ഇനി ഞാൻ പറഞ്ഞ 54,775 മുകളിൽ മാത്രമേ ബൈ ഉള്ളൂ. ആ ബൈ എവിടെ പോകാം? ഫസ്റ്റ് ടാർഗറ്റ് 54,918 നമ്മുടെ ഇന്നലത്തെ ഫ്രൈഡേയുടെ ഹൈ 54,918 ഭാഗത്തേക്ക് പോകും. ഫസ്റ്റ് അവിടെയാണ് ടാർഗറ്റ്. ഫസ്റ്റ് ആ ഭാഗത്തേക്ക് പോവാം. അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നെങ്കിൽ 55,12 എന്ന് പറഞ്ഞാൽ ഈ വ്യാഴാഴ്ചത്തെ POC ഭാഗത്തേക്ക് പോവാം. R2 എന്ന് പറയുമ്പോൾ 55,102 ഭാഗത്തേക്ക് 55,102 ഭാഗത്തേക്ക് പോവാം. 55,102 ഭാഗത്തേക്ക് പോകാനും അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നെങ്കിൽ 55,257 എന്ന് പറഞ്ഞ വ്യാഴാഴ്ചത്തെ JPL അവിടെ നിന്നാണ് ഇറങ്ങിയത്. 55,257 55,257 ഭാഗത്തേക്കും പോകാനുള്ള ചാൻസ് കൂടുതൽ. ചുരുക്കി പറഞ്ഞാൽ ഇതാണ് നമ്മളെ സംബന്ധിച്ചുള്ള അപ്പർ സൈഡും ലോവർ സൈഡും. സോ അപ്പർ സൈഡും ലോവർ സൈഡും കൃത്യമായിട്ട് മാർക്ക് ചെയ്യുക. അതനുസരിച്ച് നിങ്ങൾ ട്രേഡ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. ഇതായിരിക്കണം നമ്മുടെ ഒരു ഡിമാൻഡ് സോൺ സപ്ലൈ സോൺ. ഇല്ലെങ്കിൽ മാർക്കറ്റ് ഈ ഒരു ഭാഗത്തൊക്കെ തന്നെ POC വന്ന് ഒരു ക്ലോസിംഗിന് തരുന്ന ചാൻസ് വളരെ കൂടുതലായിരിക്കും. സോ നമ്മുടെ നിഫ്റ്റി നിങ്ങൾ നോക്കി അറിയാം. നിഫ്റ്റി ഒരു പെർഫെക്റ്റ്ലി ന്യൂട്രൽ ഡേ ആണ്. POC 24,685 ഭാഗത്താണ് POC വന്നിരിക്കുന്നത്. അപ്പൊ ആദ്യം നമുക്കൊന്ന് POC മാർക്ക് ചെയ്യാം. 24,685 ആണ് POC വന്നിരിക്കുന്നത്. ഇപ്പോഴും ബെയറിഷ് റെഫറൻസ് ഞാൻ പറയുന്നത് 24,600 24,600 പൊട്ടിയാണെങ്കിൽ മാത്രമേ ഞാൻ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ആ സെല്ലിങ് എങ്ങോട്ട് പോകാം? നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഈ 600 പൊട്ടുകയാണെങ്കിൽ ഫസ്റ്റ് 550 ഭാഗത്തേക്ക് വരാം. ഫസ്റ്റ് ടാർഗറ്റ് 24,550 ഭാഗത്ത് 24,550 ഭാഗത്തേക്ക് വരാം. അതിനുശേഷം അടുത്ത ടാർഗറ്റ് 24,500 24,500 ഭാഗത്തേക്ക് വരാനും ഇത് പഴയ ലെവൽ കാണാതെ എനിക്ക് അറിയുന്ന ലെവൽ. അത് പൊട്ടിയാൽ 24,440 ഭാഗത്തേക്ക് ഇത് പഴയ ഒരു സപ്പോർട്ടിലാണ്. സോ 24,600 പൊട്ടുകയാണെങ്കിൽ 24,550 500 440 എന്ന് പറഞ്ഞ ഈ ഒരു റേഞ്ചിന്റെ ഭാഗത്തേക്ക് മാർക്കറ്റ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇനി ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ
എന്നെ സംബന്ധിച്ച് ബുള്ളിഷ് റഫറൻസ് 833 മുകളിൽ മാത്രമേ ഒരു ബൈ ഉള്ളൂ. എത്രയാണ്? 24,833 മുകളിൽ മാത്രമേ ഒരു ബൈയെ കുറിച്ച് ചിന്തിക്കാറുള്ളൂ. 24,833 മുകളിൽ മാത്രമേ ഞാൻ ഒരു ബൈയെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ അത് ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 24,000 കൃത്യമായി പറയുകയാണെങ്കിൽ 24,880 ഫസ്റ്റ് ടാർഗറ്റ് 24,880 ഭാഗത്തേക്ക് വരാം. 24,880 എന്നൊരു ഇമ്പോർട്ടൻറ്റ് ഭാഗത്തേക്ക് വരും. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ 24,946 എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്തേക്ക് നമ്മുടെ ഒരു ഇന്നലെ വ്യാഴാഴ്ചത്തെ വാല്യൂര് ലോ ആണ്. 24,946 ഭാഗത്തേക്ക് വരാം. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഈ ഒരു പി ഒ വ്യാഴാഴ്ചത്തെ പി ഒ സി ആയ 25,000 ഒരു ബിഗ് റൗണ്ട് നമ്പർ എത്രയാണ്? 25,000 ഭാഗത്തേക്കും ടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് സ്പോട്ടിനെ സംബന്ധിച്ച് വളരെയധികം കൂടുതൽ. ചുരുക്കി പറഞ്ഞാൽ 24,833 മുകളിൽ പോകണമെങ്കിൽ ഒരു ഷോർട്ട് കവറിംഗ് റാലി വേണമെങ്കിൽ മാർക്കറ്റിൽ വരാനുള്ള ചാൻസും വളരെയധികം കൂടുതലാണ്. കാരണം കുറേ ദിവസം നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. ഡേ ക്യാൻഡിൽ കുറേ ദിവസം പോയതിനു ശേഷം ഇവിടുന്ന് തുടങ്ങിയ അടിയാണ്. അതേപോലെ അത് മെയിൻറ്റെയിൻ ചെയ്ത് വരുന്നുണ്ട്. നിഫ്റ്റി ഇന്ന് ആദ്യം ബുള്ളിഷ് ക്യാൻഡിൽ വന്നു. ബാങ്ക് നിഫ്റ്റിക്കും മിഡ് ക്യാപ്പ് ഒരു പഴയ ഒരു സപ്പോർട്ട് ലെവലിൽ തന്നെ കൃത്യമായിട്ട് നിങ്ങൾ ക്ലോസ് ആകുന്ന ദിവസങ്ങളാണ് കൃത്യമായിട്ട് കാണുന്നത്. അപ്പം ഓർത്തുകൊള്ളുക, ഈ റെഫറൻസ് ലെവലൊക്കെ മാർക്ക് ചെയ്യുക. ആ റെഫറൻസ് ലെവലിൽ വച്ച് തന്നെ നിങ്ങൾ ട്രേഡ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. ഇല്ല എങ്കിൽ അതൊരു റിസ്ക് ആയിട്ട് നിങ്ങളെ സംബന്ധിച്ച് എന്താണ്, ആ ഒരു റിസ്ക് കൃത്യമായിട്ട് പറഞ്ഞ് ആ ഒരു റിസ്കിലേക്ക് മാർക്കറ്റ് ആ ഒരു മൂവ്മെന്റ് തരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലായിരിക്കും. അപ്പൊ നിങ്ങൾ കൃത്യമായി നിങ്ങൾ വാച്ച് ചെയ്യുക. ഈ വാച്ച് ചെയ്ത് എന്തുവാണ് ആ ഒരു കൃത്യമായിട്ട് ഒരു ഇത് കൃത്യമായ രീതിയിലേക്ക് മാർക്കറ്റ് ഒരു റെഫറൻസ് കൃത്യമായി എടുത്ത് പോകാനുള്ള ശ്രമം നടത്തുക. ഞാൻ എന്തുകൊണ്ടാണ് 24,827 ഭാഗത്തേക്ക് മാർക്കറ്റിന്റെ പി ഒ സി വരും എന്ന് പറഞ്ഞാൽ, ഞാൻ നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. നമ്മുടെ മന്ത്ലിയുടെ ഒരു പ്രൊഫൈൽ എടുക്കുകയാണെങ്കിൽ നമ്മൾ മന്ത്ലി പ്രൊഫൈൽ എപ്പോഴും എടുത്ത് വാച്ച് ചെയ്യണം. ആ മന്ത്ലി പ്രൊഫൈൽ എടുക്കുന്ന സമയത്ത് നിങ്ങൾ വാച്ച് ചെയ്ത നിഫ്റ്റിയെ സംബന്ധിച്ച് ഇപ്പോഴും ഈ മന്തിന്റെ പി ഒ സി നിൽക്കുന്ന 25,000 ഭാഗത്താണ്. സോ കഴിഞ്ഞ 5 മാസവും മാർക്കറ്റ് ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ ഇതാണ് നമ്മുടെ മെയ് മാസം തുടങ്ങി ഈ പ്രൊഫൈലുകൾ മെർജ് ചെയ്ത് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റും. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഈ സ്പോട്ട് ഇങ്ങനെ തന്നെ ഒരു മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണ്. സോ സ്പോട്ടിനെ സംബന്ധിച്ച് സ്പോട്ട് ഇപ്പൊ നിൽക്കുന്ന 24,600 നമ്മുടെ സ്പോട്ട്, 639 നമ്മുടെ സ്പോട്ടിന്റെ പി ഒ സി. ഈ ഭാഗത്തൊക്കെ തന്നെ വേണമെങ്കിൽ നാളെ മാർക്കറ്റ് ക്ലോസ് ചെയ്യാം. ഇല്ല എങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് 24,880 എന്ന് പറഞ്ഞ ഒരു എന്തുവാണ് നമ്മുടെ ഒരു പ്രൊഫൈലുണ്ട്. ഈ കഴിഞ്ഞ ദിവസത്തെ ഒരു പ്രൊഫൈലിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയ ഒരു പി ഒ സി ഭാഗമാണ്. ആ പി ഒ സിയുടെ ഭാഗത്തേക്ക് ആശാൻ വേണമെങ്കിൽ വന്ന് താഴേക്ക് വന്ന് ഇവിടെ ഈ ഒരു ഏരിയയുടെ ഭാഗത്താണ് അവൻ കൃത്യമായിട്ട് പറഞ്ഞ അവൻ സെല്ലിങ് തുടങ്ങിയത്, ഈ ഒരു ഏരിയ. സോ ഈ ഒരു ഏരിയയുടെ ഭാഗത്ത് വേണമെങ്കിൽ 24,880 ഭാഗത്ത് ഈ എണ്ണൂറ്റി കണ്ടോ 24,804 എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ചത്തെ വാല്യൂ ഏരിയയുടെ ഭാഗത്തോ അല്ലെങ്കിൽ തിരിച്ച് ഈ മന്തിന്റെ വാല്യൂ ഏരിയ 24,776 ഭാഗത്തിന് മുകളിലൊക്കെ വേണമെങ്കിൽ നിഫ്റ്റി സ്പോട്ട് ക്ലോസ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതേപോലെ ബാങ്ക് നിഫ്റ്റി നോക്കിയാൽ ബാങ്ക് നിഫ്റ്റി ഇപ്പൊ നിൽക്കുന്നത് എക്സാക്ട്ലി മന്ത്ലി ഈ മാസത്തെ പി ഒ സി ലെവലാണ്. അപ്പൊ അവനെ സംബന്ധിച്ച് മാക്സിമം കൂടിപ്പോയ 55,000 ഭാഗത്തോ അല്ലെങ്കിൽ ഇവിടെ തന്നെ മന്ത്ലി എക്സ്പയറി ചില ചാൻസ് വളരെ കൂടുതലാണ്. മിഡ് ക്യാപ്പ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മിഡ് ക്യാപ്പ് ഇപ്പൊ നിൽക്കുന്നത് ഏറ്റവും ലോവസ്റ്റ്, അതായത് നമ്മുടെ ഓഗസ്റ്റ് 10 പി ഒ സിയുടെ ഭാഗത്താണ് നിൽക്കുന്നത്. അവനെ സംബന്ധിച്ച് വേണമെങ്കിൽ 12,526 ക്ലോസ് ചെയ്യാം. ഇല്ല എങ്കിൽ തിരിച്ചു കയറി 12,775 മുകളിലും വേണമെങ്കിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ നിങ്ങൾ ഓർത്തുള്ള ഓയുടെ ഒരു എഫക്റ്റ് എന്നുള്ള മാർക്കറ്റിൽ വരും. ഈ ഓയുടെ എഫക്റ്റ് നിങ്ങൾ വാച്ച് ചെയ്ത് നിങ്ങൾ ട്രേഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കൃത്യമായി ഞാൻ പറഞ്ഞ വ്യൂസ് നിങ്ങൾ യൂസ് ചെയ്യാം. റെഫറൻസ് ലെവൽ കൃത്യമായിട്ട് മാർക്ക് ചെയ്യുക. ഈ റെഫറൻസ് ലെവൽ വെച്ച് ട്രേഡ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കാനും ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് വീഡിയോയിൽ സൈൻ ഓഫ് ചെയ്യുന്ന നിങ്ങളുടെ സ്വന്തം വിഷ്ണുഗുപ്തൻ. മെന്ററിംഗിന്റെ ബാച്ചിന്റെ കാര്യം മറക്കരുത്. വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങളുടെ ട്രേഡിംഗ് ഫ്രണ്ട്സിന് വീഡിയോ അയച്ചു കൊടുക്കാനും മറക്കാതിരിക്കുക. കമന്റ്, ലൈക്കും ഷെയർ ഒക്കെ കൂടുതൽ വേണേ. കുറച്ചുകൂടെ കൂടുതൽ തരൂ, എനിക്കൊരു പോസിറ്റീവ് കുറച്ച് കാര്യങ്ങൾ തരൂ. ഞാൻ ഇടുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ ഇല്ലെങ്കിൽ വെറുതെ എൻ്റെ ടൈം വേസ്റ്റ് ആണെന്നൊക്കെ ചിന്ത വെറുതെ എനിക്ക് വരുന്നുണ്ട്. സോ അതുകൊണ്ട് അത് മാറ്റാൻ നിങ്ങൾ ശ്രമിക്കുക. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.